Judges, please nod. Chess number 518 on stage. മാന്യസദസ്സിന് നമസ്കാരം. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എൻ്റെ എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും സ്നേഹവന്ദനം. ഏതൊരു മനുഷ്യനെയും കരളലിയിപ്പിക്കുന്ന സമകാലിക പ്രസക്തിയുള്ള ഒരു വിഷയത്തിലേക്കാണ് പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. പാടത്തും പറമ്പിലും പണിയെടുത്ത് ഉപജീവനത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന കർഷകന്റെ ദുരവസ്ഥ, ജീവൻ പോലും ഹോമിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് നയിക്കപ്പെടുന്ന കർഷകന്റെ ജീവിത സാഹചര്യങ്ങൾ, കർഷക ആത്മഹത്യ, രാപ്പകലില്ലാതെ അധ്വാനിച്ച് രക്തം വിയർപ്പാക്കി മണ്ണിൽ പൊന്നുവിളയിക്കാൻ പരിശ്രമിക്കുന്ന കർഷകന്റെ മനോവീര്യം തകർക്കുന്ന തരത്തിലുള്ള വന്യമൃഗങ്ങളുടെ ശല്യം, പാവം കർഷകന്റെ സ്വപ്നങ്ങളെയെല്ലാം ബാക്കി നിർത്തി ചോര നീരാക്കി തേടിയതെല്ലാം വന്യമൃഗ കടന്നുകയറ്റത്തിൽ നശിക്കുന്നത്, നിർനിമേഷനായി നോക്കി നിൽക്കുന്ന കർഷകന്റെ ചിത്രം. കേരളത്തിൽ കർഷക ആത്മഹത്യകളെ കുറിച്ച് നാം വിലയിരുത്തുമ്പോൾ കാർഷിക പ്രതിസന്ധികളുടെ ചരിത്രം നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ലോകമാന്യവും കാർഷിക പ്രതിസന്ധികളും നവ ഉദാരവത്കരണ നയങ്ങളും കാർഷിക വായ്പകളും കടക്കെണിയും ആഗോളവത്കരണവും കാർഷിക മേഖലയ്ക്കുണ്ടാക്കിയ ആഘാതം, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ്, കാർഷിക വിളകളെ ബാധിച്ച രോഗങ്ങൾ, കാർഷികാധിഷ്ഠിത വ്യവസായ വികസന നയം രൂപം നൽകുന്നതിനുള്ള പരാജയം, സമഗ്രമായ കാർഷിക നയം ആവിഷ്കരിക്കാൻ മാറിവരുന്ന സർക്കാർ തയ്യാറാകാത്തത്, ഭക്ഷ്യവിളകളും നാണ്യവിളകളും തമ്മിൽ തരംതിരിക്കുന്നതിനുള്ള പരാജയം തുടങ്ങിയവ ആധുനിക കാലഘട്ടത്തിലെ കാർഷിക മേഖലയിൽ ആശ്രയിച്ചിരുന്നവരെ പ്രതിസന്ധിയിലാക്കി. കർഷക ആത്മഹത്യയിൽ ഇന്ത്യയും പ്രത്യേകിച്ച് കേരളവുമാണ് ലോകത്ത് മുൻപന്തിയിൽ നിൽക്കുന്നതെന്ന് കണക്കുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദേശീയ കുറ്റകൃത്യ രേഖയനുസരിച്ച് കർഷക ആത്മഹത്യകളുടെ എണ്ണം അതിശയിപ്പിക്കുന്നതാണ്. ജനസംഖ്യയിൽ ഭൂരിഭാഗവും കൃഷിയെ ആശ്രയിക്കുന്ന ഇന്ത്യയിൽ കർഷക ആത്മഹത്യയും വന്യമൃഗാക്രമണവും കേരളത്തിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലെയും കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. കണക്കുകൾ പരിശോധിക്കുമ്പോൾ രാജ്യത്ത് കർഷക ആത്മഹത്യകൾ ഓരോ വർഷവും വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. 2014 5650 കർഷകരാണ് ജീവനൊടുക്കിയത്. എന്നാൽ 2015 അത് 8000 കവിഞ്ഞു. കാർഷിക മേഖലയിലും മലയോര മേഖലയിലും കർഷകർ അഭിമുഖീകരിക്കുന്ന മറ്റൊരു വിഷയമാണ് വന്യമൃഗങ്ങളുടെ ശല്യം. വന്യമൃഗാക്രമണത്തിന് പ്രതിമാസം 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകുന്ന സംസ്ഥാനമാണ് കേരളം. ജനങ്ങളുടെയും കർഷകരുടെയും കാർഷിക വിളവുകളുടെയും സംരക്ഷണത്തിന് എല്ലാ ജില്ലകളിലും വനംവകുപ്പ് ദ്രുതകർമ്മസേന രൂപീകരിച്ചിട്ടുണ്ട്. കൂടാതെ സൗരോർജ വേലികളും ആനപ്രതിരോധ മതിലുകളും കിടങ്ങുകളും വന്യമൃഗ കടന്നുകയറ്റം തടയാനായി നിർമ്മിക്കുന്നുണ്ട്. എന്നാലും ഇപ്പോൾ വന്യമൃഗ ആക്രമണം കേരളത്തിലും ഭാരതത്തിലും കർഷകരെയും കാർഷിക വിളകളെയും രൂക്ഷമായി ബാധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഒരാഴ്ച മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ കാർഷിക വിളകളും കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാന മാർഗവും വന്യമൃഗ കടന്നുകയറ്റത്തിൽ നശിക്കുന്നു. കൃഷിപ്പണിക്ക് പോയ സ്ത്രീകൾ ഉൾപ്പെടെ വന്യമൃഗാക്രമണത്തിനിരയായിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ കർഷക ആത്മഹത്യയിലും വന്യമൃഗാക്രമണത്തിലും നിരവധി കുടുംബങ്ങൾ അനാഥമായിട്ടുണ്ട്. കാട്ടാന, കുരങ്ങ്, പന്നി, കടുവ തുടങ്ങിയവയുടെ ആക്രമണം ഫലപ്രദമായി തടയുന്നതിന് ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ നടപടികൾ സ്വീകരിക്കണം. കൂടാതെ കൃഷിനാശം സംഭവിച്ചവർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകി വേണ്ടത്ര അവസരങ്ങളും ഒരുക്കി കൊടുക്കണം. ചുരുക്കത്തിൽ വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന പഴമൊഴി ഓർത്തുപോകുന്ന ഈ അവസരത്തിൽ കർഷകരെയും കർഷകരുടെ ജീവിത സാഹചര്യങ്ങളെയും കർഷകരുടെ കാർഷിക വിളകളെയും സംരക്ഷിക്കുന്നതിന് ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ നിയമങ്ങളുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു.
പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും അനുദിനം ഞാൻ കാണുന്ന വാർത്തകളുടെ മുൻപിൽ നിസ്സഹായയായി നോക്കി നിൽക്കാൻ മാത്രം കഴിയുന്ന കാലഹരണപ്പെട്ട വ്യവസ്ഥകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് കർഷകർക്കും കാർഷിക വിളകൾക്കും ഉതകുന്ന തരത്തിലുള്ള നിയമങ്ങളും നിയമവാഴ്ചകളും ഉണ്ടാകണം. കർഷക ആത്മഹത്യയിലും വന്യമൃഗ ആക്രമണത്തിലും ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.